പൊലിഞ്ഞ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ജീവിതത്തെ ഓർത്തെടുത്ത് ബാലുവിന്റെ സുഹൃത്തുക്കൾ കൊല്ലത്ത് ഒത്തുചേർന്നു. ബാലഭാസ്കറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സുഹൃത്ത് ജോയി തമലം പുറത്തിറക്കിയ പുസ്തകത്തിന്റെ അവതരണവും ചടങ്ങിൽ നടന്നു. ബാലഭാസ്കർ എന്ന വയലിൻ മാന്ത്രികൻ വിട പറഞ്ഞിട്ട് 3 മാസം തികയാനിരിക്കെയാണ് ബാലുവിനായി വീണ്ടും സുഹൃത്തുക്കൾ ഒത്തുചേർന്നത്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് വയലിനാദം മുഴക്കി മുന്നേറുമ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താൻ ബാലു ശ്രമിച്ചിരുന്നു. സംഗീത വേദികളിലും ജീവിതത്തിലും ബാലുവിനൊപ്പം നിന്ന സുഹൃത്ത് ജോയി തമലം ബാലുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ബാലഭാസ്കർ സൗഹൃദം സംഗീതം എന്ന പുസ്തകത്തിന്റെ അവതരണവും ചടങ്ങിൽ നടന്നു. ബാലഭാസ്കർ എന്ന കലാകാരൻ വിട പറഞ്ഞു എന്ന സത്യം ഉൾക്കൊള്ളാൻ തനിക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്ന് പുസ്തകാവതരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് എം മുകേഷ് MLA പറഞ്ഞു. ബാലഭാസ്കർ നമ്മൾ വിട്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അങ്ങനെ പോകേണ്ട ആളല്ല. എന്തിനു പോയി, അതിന്റെ കണക്ക് എന്താണ്? പലതരത്തിലുള്ള കണക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പിഴച്ച കണക്ക് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ്. ഇവിടെ ബാലഭാസ്കറിനെ പരിചയപ്പെടുത്തിയപ്പോൾ പ്രണയം എന്നൊരു വാക്ക് പറഞ്ഞു. ശരിയാണ്, വയലിനും പ്രണയവുമായി വളരെ ബന്ധമുണ്ട്. എനിക്കറിയാവുന്ന വയലിനിസ്റ്റുകളിൽ, പ്രഗത്ഭരായിട്ടുള്ള വയലിനിസ്റ്റുകളിൽ ഒരു 90% പ്രണയത്തെ അല്ലെങ്കിൽ പ്രണയ വിവാഹവും പ്രണയിച്ച് കല്യാണം കഴിക്കുകയും എല്ലാവരും ആണും പെണ്ണും, പെണ്ണുങ്ങൾ കൂടുതൽ ഒരു വയലിനെ പ്രണയിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ്. ബാലഭാസ്കർ ഉപേക്ഷിച്ചുപോയ സ്വപ്നങ്ങൾ ജോയി തമലം ചടങ്ങിൽ പങ്കുവച്ചു. നിറഞ്ഞ കണ്ണുകളോടെ ബാലുവിനെ വായിച്ചറിയാൻ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ബാലഭാസ്കറിന്റെ ഇഷ്ട ഈണങ്ങൾ കോർത്തിണക്കിയ സംഗീതാർച്ചനയും ചടങ്ങിൽ നടന്നു. റിപ്പോർട്ടർ കൊല്ലം.